ഇപ്പോൾ ആറ്റിങ്ങലിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി ജോയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി എസ് ഷീജ തത്സമയം ചേരുന്നു. ഷീജ, അവസാനഘട്ട പര്യടനത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം? മറ്റു വിവരങ്ങൾ. തീർച്ചയായും അഞ്ജന, വലിയ ആവേശത്തിൽ തന്നെയാണ് തിരുവനന്തപുരം, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി വി ജോയ് എന്നുള്ളതാണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത്. നമുക്കറിയാം, ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് ഈ പൊതുപര്യടനത്തിന് നിലനിൽക്കുന്നത്. നാളെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ നാളെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസമാണ്? കാരണം ഒരു മാസത്തിലധികമായി ഈ ഒരു പൊതുപര്യടനം ആരംഭിച്ചിട്ട് എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി? അല്ല, ഇന്ന് കൊണ്ട് ഈ വാഹനത്തിലെ പര്യടന പരിപാടി അവസാനിപ്പിക്കും. വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അഭിമാനാർഹമായിട്ടുള്ള വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം കൊട്ടിക്കലാശം, അത് കഴിഞ്ഞാൽ ഒരു ദിവസമാണുള്ളത്. 26-ാം തീയതി എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി, കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ LDF വലിയൊരു മേൽക്കൈ നേടിയിട്ടുണ്ട്. ആ മേൽക്കൈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടങ്ങി ഈ പ്രചരണത്തിൻ്റെ ഈ ഒരു അവസാന ദിവസങ്ങളിൽ വരെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അത് ഓരോ സ്റ്റെപ്പും നമ്മൾ കയറി വരുന്നതല്ലാതെ അത് താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിയില്ല. വളരെ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു വലിയ ജനക്കൂട്ടം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ജനങ്ങൾ, ഒരു വലിയ ജനം നമ്മളോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അത് കാണിക്കുന്നത് നമുക്ക് ഒരു വലിയ വിജയം സമ്മാനിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ആറ്റിങ്ങൽ എന്നും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബിജു രമേശ് പണവുമായി എത്തുന്നൊരു സാഹചര്യത്തിൽ ജനങ്ങൾ പിടികൂടുന്നു. അതിനൊപ്പം അതിന് മുൻപ് തന്നെ വോട്ട് കച്ചവടത്തിൻ്റെ ചില നീക്കങ്ങൾ നടന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ 2 ദിനം കൂടി മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് UDFൻ്റെ തന്ത്രം ഇതായിരുന്നു. ഒന്ന്, അപവാദ പ്രചരണങ്ങൾ നടത്തുക. രണ്ടാമത്, ആളുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ പണവും മദ്യവും നൽകുക. പിന്നെ 3, BJPയുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവുക. ഈ 3 മാർഗങ്ങളിലൂടെയാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഇത് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആളുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ പണവും മദ്യവും കൊടുക്കുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ ഈ പ്രാവശ്യം അനുവദിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതിന് ഫലം കണ്ടു. ആദ്യമായി ഇറങ്ങിയ സ്ഥലത്ത് തന്നെ വെച്ച് അടൂർ പ്രകാശിൻ്റെ ബന്ധുവിനെ, തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ വ്യവസായിയെ നാട്ടുകാർ തടയുന്ന സാഹചര്യം വന്നു. അത് അവരുടെ പ്രവർത്തനങ്ങൾക്ക്, ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ അറിയുന്നത് ചില കേന്ദ്രങ്ങളിൽ വന്നിരുന്ന് അവിടേക്ക് ആളുകളെ വിളിപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുകയാണ്. പക്ഷേ എന്തു വന്നാലും കഴിഞ്ഞ തവണ ഉണ്ടായ സാഹചര്യം ഇത്തവണ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ല. എങ്ങനെയാണ് നാളത്തെ കൊട്ടിക്കലാശം ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി പ്രകടനമായി തന്നെ മാറുമോ ആറ്റിങ്ങലിൽ? കൊട്ടിക്കലാശം നന്നായി നടത്താനാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. പിന്നെ പണ്ടത്തെ പോലെ ബഹളവും പരിപാടികളൊന്നും ഉണ്ടാവില്ല. 3 സ്ഥലങ്ങൾ തീരുമാനിച്ച് ആ 3 സ്ഥലങ്ങളിൽ നടത്താൻ മാത്രമേ അനുവാദം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി വി ജോയ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം അത് തുടരുകയാണ്. ഇന്നിപ്പോൾ ചിറയൻകീഴ് മണ്ഡലത്തിലാണ് ഈ സ്ഥാനാർത്ഥി പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ ഈ വാഹനത്തിന് പിന്നിൽ ഉള്ള ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ നൽകുന്നതായിരിക്കും. അതിൽ പ്രവർത്തകരുടെ ആവേശം, ഇത് വീടുകൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ നിൽക്കുന്നവരുടെ ദൃശ്യമാണ്. അതിന് പിന്നിൽ പ്രവർത്തകരുടെ ആവേശമാണ്.
ആ രീതിയിൽ വലിയൊരു ആവേശം തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടതു ക്യാമ്പിൽ ഉള്ളത്. കാരണം ഓരോ ഇടങ്ങളിലും ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകരണവും ആ രീതിയിൽ തന്നെയാണ്. പ്രായഭേദമന്യെയാണ് ഓരോ സ്ഥലങ്ങളിലും നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ വേണ്ടി എത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ബാധിക്കില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒരു വിധിയെഴുത്തായിരിക്കും ഇത്തവണ ആറ്റിങ്ങലിൽ ഉണ്ടാവുക. ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് ഇടതു സ്ഥാനാർത്ഥിയിൽ കാണാൻ സാധിക്കുന്നത്. അഞ്ജന, നൽകിയത് വിജോയുടെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സ്വീകരണം തന്നെയാണ് ഓരോ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. നാളെ കൊട്ടിക്കലാശമാണ്. എല്ലാ സ്ഥാനാർത്ഥികളും, എല്ലാ മുന്നണികളുടെയും എല്ലാ സ്ഥാനാർത്ഥികളും വലിയ രീതിയിലുള്ള പ്രചരണ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്.